ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഡോക്ടർ നുസ്രത്ത് ജഹാന് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുമെന്ന്. ഡോക്ടർ നുസ്രത്ത് ജഹാൻ. ഓക്കെ. അപ്പോ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസില് നമ്മൾക്ക് പണ്ട് കാലത്ത് നമ്മളൊക്കെ എയർലൈൻ തുടങ്ങിയ കാലത്ത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എയർ ഇന്ത്യ മാത്രം ഉണ്ടാവുക. അപ്പൊ ഈ ഫോറിൻ എയർലൈൻസും ഇന്ത്യയിൽ വരുമ്പോ ഇത് ഡോളറിലാണ് ഇതിന്റെ എക്സ്ചേഞ്ച്, പണി, ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുക. ഓരോ കാര്യത്തിനും ഇപ്പോ എയറോ ബ്രിഡ്ജ് എല്ലാത്തിനും ആ ഫോറിൻ കമ്പനി പേ ചെയ്യണം. ആ പേ ചെയ്യണത് എയർ ഇന്ത്യക്ക് ആയിരുന്നു കിട്ടുക. അപ്പൊ ആ എയർ ഇന്ത്യക്ക് നല്ല വരുമാനം, എയർ ഇന്ത്യ പൂട്ടിക്കോയാനുള്ള കാരണവും നമുക്ക് ഇതിലൂടെ കിട്ടും കേട്ടോ. പിന്നെ നഷ്ടത്തിൽ ഓടിയതിന്റെ കാര്യം കൂടി ഇതിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോ എയർ ഇന്ത്യ മാത്രം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യണത് ഈ 2004-5 അങ്ങോട്ടാ തോന്നുന്നു. ആ സമയം തൊട്ടിട്ട് അതർ പിന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിനെയും കൊണ്ടുവന്നു. അങ്ങനെ 2006 ഭദ്ര എയർപോർട്ട് സർവീസസ് തുടങ്ങി, റോബർട്ട് ഭദ്രന്റെ കമ്പനി. അതിന് എല്ലാവരും ഇത് കൊടുത്തു. ആ സമയത്ത് തന്നെ മെല്ലെ ഈ ഫോറിൻ കമ്പനിയായ ടർക്കിഷ് കമ്പനി ആ സമയത്ത് വന്നത് ഇങ്ങനെയല്ല. വരവിൽ തന്നെ നമുക്ക് അതില് ദുസ്സൂചന ഉണ്ട്. 2008 ബോംബെ വിമാനത്താവളത്തിന്റെ സർവീസസ്, വേൾഡ് ക്ലാസ് ഹാൻഡ്ലിംഗ് ഫോർ ദ എയർലൈൻസ്. ഫോറിൻ എയർലൈൻസിന് എപ്പോഴും എയർ ഇന്ത്യന്റെ ഹാൻഡ്ലിംഗ് മതിയാവൂലായിരുന്നു. എന്നും കംപ്ലൈന്റുകളായിരുന്നു. കാരണം ഇവർക്ക് എപ്പോഴും സ്റ്റാഫ് ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നം വരും. അപ്പൊ ഫോറിൻ കാരിയറിന്റെ പിന്നെ ഡിമാൻഡ്സ് അനുസരിച്ചിട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എയർ ഇന്ത്യക്ക്. അങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് ഇവർ കൈവച്ചത്. അപ്പൊ വേൾഡ് ക്ലാസ് സർവീസിന് ഇവിടെ 3 എയർലൈൻ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉള്ളപ്പോ തന്നെ ബോംബെയിൽ ഇവര് കാലുകുത്തി. ടർക്കിഷ് കമ്പനി സെലബി, ആ ടർക്കിഷ് കമ്പനി അവിടെ വന്നു. അത് കഴിഞ്ഞ് ഇവരെ രജിസ്റ്റർ ചെയ്തു. ഒറ്റ വർഷം കൊണ്ട് ഇവര് സ്പ്രെഡായി. പിന്നെ ഫ്ലൈറ്റേഴ്സ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇതായി. എയർപോർട്ട് സർവീസസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ആൻഡ് അസിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, കാർഗോ ഹാൻഡ്ലിംഗ്, ഫ്ലൈറ്റ് സർവീസസ്, ഇതെല്ലാം ഇവര് കമ്പനി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു. ആക്ച്വലി ഇങ്ങനെ ഒരു കമ്പനിക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനും നമ്മൾ ഒരു ഫോറിൻ കാരിയേഴ്സ് ഇതിനൊന്നും സമ്മതിക്കില്ല രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയില്. അപ്പൊ എന്താ, ഈ ഭദ്രക്ക് കിട്ടാത്ത കോൺട്രാക്ട് ഒക്കെ എന്ത് ചെയ്തു, ഇവര് സെലബിക്ക് കൊടുക്കാൻ തുടങ്ങി. സെലബി വന്നു. അത് മെയിനും പ്രൈവറ്റ് എയർപോർട്ടിലാണ് നമ്മളിപ്പോ കാണുന്നത്. അങ്ങനെ ഈ പ്രൈവറ്റ് എയർപോർട്ടിൽ ഇത് വന്നോടുകൂടി ഭദ്രക്ക് കിട്ടി, സെലബിക്ക് കിട്ടി. അപ്പൊ ഇവരുടെ ഒരു നമ്മളെയൊക്കെ ഒരു ധാരണ വെച്ച് നോക്കുകയാണെങ്കിൽ ഭദ്ര എന്തെങ്കിലും അടച്ചാൽ ഇറ്റ് വാസ് എ ട്രാൻസ്പെറന്റ് തിങ് ദാറ്റ് ഇറ്റ് വാസ് പിന്നെ റോബർട്ട് ഭദ്രന്റെ കമ്പനി ആയിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്ന് ഇറക്കിയ മെഷീനറീസ് അന്ന് എയർപോർട്ടിൽ കോടിക്കണക്കിന് രൂപന്റെ ഫോറിൻ എക്യുപ്മെന്റ്സ് ഇറക്കി. എയർ ഇന്ത്യക്കാണെങ്കിൽ അന്ന് പഴയ സാധനങ്ങളുമായിട്ട് ഇരിക്കണം. എയർ ഇന്ത്യനെ ഒരിക്കലും കോൺഗ്രസ് ഗവൺമെന്റ് നന്നാക്കിയിട്ടില്ല. ഏറ്റവും പഴയ മെഷീനറീസ്, കോഡിങ്, മറ്റതും മറിച്ചതും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു ഫോറിൻ എയർലൈൻസ് നമുക്ക് ഡിലേ വരൂ, ഇവരുടെ എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചാൽ അവർക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളൊക്കെ എയർപോർട്ടിൽ ഇത് അനുഭവിച്ച എമിറേറ്റ്സ് എയർലൈൻ്റെ ക്യാപ്റ്റനൊക്കെ വന്നിട്ട് തെറി വിളിക്കായിരുന്നു എയർ ഇന്ത്യന്റെ പിന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എഞ്ചിനീയറിനോടൊക്കെ. അങ്ങനെ ഇതൊക്കെ സഹികെട്ടാണ് ഫോറിൻ എയർലൈൻസ് എന്ത് ചെയ്തു, ഈ കമ്പനികളൊക്കെ വന്നപ്പോ ഫോറിൻ എയർലൈൻസിന്റെ കോൺട്രാക്ട് ഒക്കെ സെലബിക്ക് പോയി, ഭദ്രക്ക് പോയി. ഇങ്ങനെ എല്ലാ കമ്പനികളും, മെയിൻ കമ്പനീസ് ഒക്കെ ഇവർക്ക് പോയി. കോഴിക്കോട് വരെ വന്നു വരെ. അങ്ങനെയാണ് എയർ ഇന്ത്യ ദുർബലമായത്, എയർ ഇന്ത്യയുടെ ഈ സംവിധാനം. അതാണ്. അതെ. അവിടത്തേക്ക് എയർ ഇന്ത്യന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അപ്പൊ ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ എയർ ഇന്ത്യക്ക് കോൺട്രാക്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എയർ ഇന്ത്യക്ക് ഇത് കിട്ടില്ല. പക്ഷെ ബിസിനസ് ഇല്ലാത്തൊരവസ്ഥയായി ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന്. ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലുള്ള ബിസിനസ് കൊണ്ട്, അല്ലാതെ പാസഞ്ചർ ഫ്ലൈ ചെയ്തുകൊണ്ടൊന്നും ഒരു കമ്പനിക്കും ഓടാൻ പറ്റില്ല. കാരണം ഈ കാർഗോ ഇതൊക്കെയാണ്. അപ്പൊ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി 3 ആള് ഒരു എയർപോർട്ടിൽ ഉണ്ടാവണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു ഗവൺമെന്റ്. 3 കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എയർപോർട്ട് റൺ ചെയ്യാം. അത്ര കാലമില്ലാത്ത ഈ രാജ്യത്ത്, ഏത് രാജ്യത്തും അങ്ങനെയാ. അപ്പൊ എമിറേറ്റ്സ് ഏവിയേഷൻ ഡനാട്ടയാണ് റൺ ചെയ്യണത്. കുവൈറ്റ് ഏവിയേഷൻ കമ്പനിയാണ്. എല്ലാം ഗവൺമെന്റിന്റെ കമ്പനിയാണ്. ഇതിലൊരു വിഷയം എന്ന് വെച്ചാൽ വെരി ബിഗ് ഹൈ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. കാരണം ഒരാൾ അവിടെ എയർപോർട്ടിലെത്തി, ഈ ഒരാൾ പാസഞ്ചർ ചെക്ക് ഇൻ ചെയ്ത് അവര് പോകുന്നവരെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഈ സ്റ്റാഫാ. ഓൾസോ ടു ദ അതോറിറ്റീസ്, ഗവൺമെന്റ് അതോറിറ്റീസിനോട്, വീൽ ചെയർ പാസഞ്ചർ, കസ്റ്റംസ്, ഇമിഗ്രേഷൻ, ഓൾ ദിസ് പ്ലേസസ് അവിടെയൊക്കെ ഡീൽ ചെയ്യണ എയർലൈൻ അല്ല. ഇപ്പം എമിറേറ്റ്സ് എയർലൈനിന്റെ സ്റ്റാഫ് ഉണ്ടെങ്കിലും ഞങ്ങളെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിനോടോ പറയാ, നമ്മള് സെലബീനോടോ ഭദ്രനോടോ എയർ ഇന്ത്യ, അവരാണ് ഇതിന് പോയി പോവാ. അപ്പൊ ഗവൺമെന്റ് ഏജൻസീസിനെ ഹാൻഡിൽ ചെയ്യണതും
ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫാ. അതുകൊണ്ടാണ് നിങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല സ്മഗ്ലിംഗ് കേസ് വന്നപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫിനെയാണ് പിടിച്ചത്, നോട്ട് എയർലൈൻ സ്റ്റാഫ്. നോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇതിൽ കുറെ കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ വരണം, അപ്പോഴേ ഉള്ളൂ. ഞാനിതൊരു ആഴ്ച മുമ്പേ ഞാൻ നോട്ടീസ് ചെയ്ത കമ്പനി, കാരണം നമുക്കിത് അറിയാലോ, ടർക്കി വന്നപ്പോ ടർക്കിഷ് എയർലൈൻ അല്ലേ ദൈവമേ, ടർക്കിഷ് കമ്പനി അല്ലേ നമ്മുടെ സുരക്ഷ വേണ്ട ഏറ്റവും വലിയ സ്ഥലത്ത്. കാരണം ആ നാസറിന്റെ ഫ്ലൈറ്റിന് അവർ അനുമതി കൊടുത്തല്ലോ, പിന്നെ പാകിസ്ഥാൻ ആ പാസഞ്ചർ എയർക്രാഫ്റ്റ്. അപ്പൊ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഇവരെങ്ങനെ, ടർക്കിഷ് കമ്പനി ഇവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരേ ഒരു രാജ്യം അസർബൈജാൻ ആൻഡ് ടർക്കിഷ് ആയിട്ട്. അപ്പോ പിന്നെ അതില് അവർക്ക് കൊടുക്കുന്നത് ആലോചിച്ചൊരു കാര്യം. പിന്നെ ഈ കമ്പനികളില് ഈ സ്റ്റാഫിനെ വെക്കാന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ്, ഇറ്റ് ഈസ് വെരി കോൺഫിഡൻഷ്യൽ, ആർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ എയർ ഇന്ത്യ നമ്മൾ സ്റ്റാഫിനെ വെക്കുമ്പോ സ്റ്റാഫിനെ ആ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടേ വെക്കുള്ളൂ. ഈവൺ ഇഫ് ഇറ്റ് ഈസ് എൻ എയർലൈൻ. ഞങ്ങളൊക്കെ ജോലി ചെയ്ത കമ്പനിയിൽ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ മൊത്തം ലോകത്തിൽ പോകും, ബിക്കോസ് വി ആർ ഹാൻഡ്ലിങ് എൻ ഫോറിൻ കാരിയർ. എമിറേറ്റ്സ് ഫ്ലൈറ്റ് എന്റെ അടുത്തേക്ക് വിടുമ്പോ, അല്ലെ ഇത്തിഹാദ് ഫ്ലൈറ്റ് എന്റെ അടുത്തേക്ക് വിടുമ്പോ, ഈ രാജ്യത്ത് ഞാനാണ് ആ കമ്പനി അവിടുന്ന് ആ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഇവിടെ എത്തി തിരിച്ചു പോകുന്നവരെ ഞാനാണ് റെസ്പോൺസിബിൾ. അപ്പൊ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എയർപോർട്ട് മാനേജറിനെ കണ്ടിട്ടാണ്, ഒരു എയർലൈനെ കണ്ടിട്ടാണ് ഇത് വരിക. പക്ഷെ ഈ കേസിൽ വരുമ്പോ എന്തായി, ഇങ്ങനത്തെ കുറെ സാധനങ്ങള് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന്റെ ആൾക്കാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ പോയി നമുക്ക് കൈ കടത്താനോ ഇതിലൊന്നും നോക്കാനോ പോകാൻ പറ്റില്ല. പക്ഷെ നമ്മളെ എയർലൈൻ ഒരാളെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അല്ലാതെ അത് എല്ലാ എൻക്വയറിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുള്ളൂ, ഈവൺ ഇൻക്ലൂഡിങ് എയർ ഇന്ത്യ എല്ലാം. കാരണം ഒരു പെറ്റി കേസ് വരെ, കള്ളു പിടിച്ചിട്ട് മണത്ത ഒരു പെറ്റി കേസുള്ള ഒരുത്തരം പോലും നമ്മൾ എയർപോർട്ടിൽ പാസ് കൊടുക്കില്ല. ഇറ്റ്സ് എ സെക്യൂർഡ് ഏരിയ. എല്ലാം ചെക്ക് ചെയ്യണം, നമ്മളെല്ലാ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ടാണ് എയർപോർട്ട് പാസ് ചെയ്യുക. പക്ഷെ ഇവരെങ്ങനെയാ ചെയ്യണത്? ഇവര് ഒരു ട്രാൻസ്പെറൻസിയും ഇല്ല ഇതിനൊന്നും. ഇവരെടുക്കുന്ന സ്റ്റാഫിനെ ഇവരെടുത്ത് ഇവര് ബണ്ടിലായിട്ട് ഇവർക്ക് എയർപോർട്ട് പാസുകൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ആ എങ്ങനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം? ആരെ ധൈര്യത്തിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം? ഇത് 2009 തൊട്ടിട്ട് 8 തൊട്ടിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ആൾക്കാര് 9 എയർപോർട്ടിൽ ഇവര് വന്നു. 9 എയർപോർട്ടിൽ വന്നപ്പോ ഇന്ത്യന്റെ ഹെഡ് ആരാ ഇതിന്റെ? നമ്പ്യാർജി. ഇന്ത്യന്റെ ഹെഡ് പഞ്ചാബിലുള്ള ബൽവീന്ദർ സിംഗ്. അതെ, സ്വാഭാവികമായിട്ട് അല്ലേ, ഒരു വിദേശ കമ്പനി വരുന്ന സമയത്ത് ഇവിടെയുള്ളൊരു കമ്പനിയുമായിട്ട് കൊലാബറേഷൻ വേണമല്ലോ അല്ലേ? അത് ആ കൊലാബറേഷനും വേണം, ഇവിടുത്തെ ആള് ഹെഡ്യും വേണം. അതാണ് നമ്മളെ പ്രൊസീജിയർ. ദാറ്റ് ഈസ് ഓൾസോ എ സെക്യൂരിറ്റി റീസൺ. അപ്പൊ അത് ബൽവീന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരു പിന്നെ പഞ്ചാബി കോൺഗ്രസ് ലീഡറാ, ടോപ്പ് പൊസിഷനിലുള്ള കോൺഗ്രസ് ലീഡർ അതിന്റെ മുതലാളി. അതാ നമ്മൾ പറഞ്ഞു എത്തുമ്പോൾ അത് കോൺഗ്രസിനും മതേതരത്തിനൊക്കെ ആയിട്ട് അടിച്ചു പോകും. സത്യം നമ്മൾ പറയും, നമ്പ്യാരും ഞാനും പിന്നെ എന്താ പറയാ, ഇവരെ ആക്രമിക്കുന്ന നമ്മള് വർഗീയവാദികളോ. അപ്പൊ ഇവരൊക്കെ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ കോൺഗ്രസിൽ അപ്പൊ ഈ ഭദ്ര അത് കഥയിൽ വരുന്നതാണ്, ഇതൊരു സ്റ്റോറിന്. ഭദ്ര മെല്ലെ മെല്ലെ പൂട്ടിപ്പോയി. കാരണം ഇവര് പിന്നെ കുറച്ച് ലാഗ് ചെയ്യാൻ തുടങ്ങി ഇവരെ സർവീസുകളൊക്കെ. ഭദ്ര ഐ തിങ്ക് ഒരു 2012-13 ആയപ്പോഴത്തേക്കും അവര് പൂട്ടി പോയി. ഈ ഭദ്ര സെലബിക്ക് വേണ്ടി വഴിമാറി കൊടുത്തായിരിക്കാം. സെലബിക്ക് വേണ്ടി വഴിമാറി കൊടുത്തത് അല്ല മാഡം. അതായത് ഇപ്പോഴുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തില് 2014 നമ്മളുടെ പ്രധാനമന്ത്രി മോദിജി വന്നതിൽ പിന്നെ ഭദ്രക്ക് നിക്കക്കള്ളിയില്ലാതായി, അവരുടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കാൻ പറ്റാതായി. അതുകൊണ്ട് അവര് പൂട്ടിപ്പോയി. അവര് പൂട്ടിപ്പോയപ്പോ അവർക്ക് പൂട്ടിപ്പോകുന്ന അവർക്ക് അറിയാം. അപ്പൊ ഒരാള് ചെയ്യണ ഫുൾ കള്ളത്തരാകുമ്പോ അവൻ ആദ്യം അതിന് പ്ലാൻ ചെയ്യൂലേ. ഒരാളിപ്പോ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചോണ്ട് അവൻ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ആ ചതി ചെയ്യുക. അപ്പൊ ആ ചതി വരുന്നു ഇത് അറിയുന്നുള്ളോണ്ടാണ് പിന്നെ റോബർട്ട് ഭദ്രന്റെ ഇൻവെസ്റ്റ്മെന്റ് സെലബിയിൽ പോയി. അപ്പൊ ഇത് കോൺഗ്രസിന്റെ കമ്പനിയാണ്. ഭദ്ര പോയതിനും ഓർക്കൊരു കമ്പനി ഉണ്ട്. നമ്മൾ ആലോചിച്ചു, ഇത്രയും പിന്നെ മെഷീനറീസ് ഒക്കെ എത്ര കോടിക്കണക്കിനുള്ളത് ഇവിടെ ഒന്നും ആയിട്ട് ലാഭത്തിൽ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് പൂട്ടിക്കെട്ടി പോവാൻ പറ്റിന്നൊക്കെ ആലോചിക്കുമ്പോ നമ്മൾ അറിയില്ലല്ലോ. അന്നൊന്നും നമ്മൾ ഇതിനെ പറ്റി അന്വേഷിക്കുന്നില്ല. സെലബി ശക്തമായി എല്ലാ എയർപോർട്ടിലും വരിക. അപ്പൊ ഇവിടുത്തെ ഒരു രാജ്യത്തിന്റെ സുരക്ഷിതം എവിടെയാണ് നമ്മളിത് കൊടുത്ത്? അപ്പൊ ശരിക്കും അത് ഈ ഗവൺമെന്റിൽ വന്ന ഏവിയേഷൻ മിനിസ്റ്റേഴ്സിന് അവിടെ എന്തോ ബ്ലാങ്ക് ആയിട്ടുണ്ട് എന്ന് പറയാതെ പറ്റില്ല. കാരണം അന്നേ നമുക്കറിയാലോ, ടർക്കിഷ് പറഞ്ഞാൽ ഇത്രയുള്ള ഒരു ചെറിയ കമ്പനി.
ഇവിടെ ഏവിയേഷന്റെ ആ സൈഡിൽ ഇരിക്കുന്നവര് കറക്റ്റ് ആയിട്ട് നോക്കണം. ഇത്രയും കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റി, കാരണം എയർ ട്രാഫിക് ആണെന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ കാർഗോയിലൊക്കെ ഇവരെ ഹാൻഡിൽ ചെയ്യണേ. എന്തൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, ഡ്രഗ്സ് പിടിക്കുന്നതും ഒക്കെ വരുന്നത് ഈ ആൾക്കാരാണ് ഇതിലൊക്കെ ഹാൻഡിൽ ചെയ്യണേ. അപ്പൊ മൊത്തം ഒരു രാജ്യത്തിന്റെ ഉള്ളിലെ ഏറ്റവും അല്ല, ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാർഗോ വഴി പല സാധനങ്ങളും വരുന്നതല്ലേ, അതിലൊരു പരിശോധന നടത്തുന്നത് ഇവർ മാത്രമാണോ അതോ മറ്റുള്ളവർക്ക്, നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആളുകൾക്ക് പിന്നെ പരിശോധിക്കാനുള്ള അവകാശമുണ്ടോ? നമ്മുടെ CISFും മറ്റ് സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ പരിശോധന ഉണ്ടാകുമോ? അതെ, അവിടെയാണ് അതിന്റെ കൺഫ്യൂഷൻ വരുന്നത്. കൺഫ്യൂഷൻ വെച്ചാല് കസ്റ്റംസിന് അതിൽ റോൾ ഉണ്ട്. പക്ഷെ കസ്റ്റംസിലെ റോൾ ഉള്ളപ്പോ ഇത് വലിയവന്മാരല്ലേ വിളിച്ച് പറയുക. എപ്പോഴും കാർഗോയിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ ഇന്നതാണ് ഇന്ന ആളതാണ് ഇത് പറയും. അപ്പൊ അവിടുത്തെ ഒരു കൂളിംഗ് പീരീഡ് ഉണ്ട്. കൂളിംഗ് പീരീഡ് കഴിഞ്ഞിട്ടേ അയക്കാനും എടുക്കാനും പറ്റുള്ളൂ നമ്മൾ കാർഗോ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ സമയത്താണ് അന്വേഷണം. ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ ഒക്കെ നമ്മൾ കണ്ടല്ലേ, അതൊക്കെ ചെറിയ സാധനം. ആക്ച്വലി ഇതൊക്കെ ബൾക്ക് കണക്കിനുള്ള കാർഗോയിൽ വരുന്നത്. അപ്പൊ ഇതാർക്കും ശ്രദ്ധിക്കാൻ അവിടെ ആരും കാണുന്നില്ല. അവിടെ ഉള്ള ഒരു ഓഫീസറിനെ പറ്റിച്ച് അതിന്റെ ഇടയിൽ കൂടെ പോരാൻ ഇത്രയും വലിയൊരു കമ്പനികൾക്ക് ഈസി ആയിട്ട് നടക്കും. പിന്നെ ഇവര് കൊടുക്കുന്ന ലെറ്റേഴ്സ് ഇതൊക്കെ വാലിഡ് ആണല്ലോ. ഇന്ത്യ ഗവൺമെന്റ് ഡയറക്റ്റ് ഗവൺമെന്റിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവർക്ക് കൊടുക്കുന്നത്. ഫുൾ അതോറിറ്റി അല്ലേ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒന്നോ രണ്ടോ ഓഫീസർമാരുണ്ടോണ്ട് അതിനവിടെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ വരുന്ന കാർഗോകളൊക്കെ ഇവിടെ ക്ലിയർ ചെയ്യണോ. അങ്ങോട്ട് പോണ കാർഗോ എന്താന്നാ നമുക്കറിയില്ല. പക്ഷെ നേരെ എയർലൈൻ സ്റ്റാഫ് എയർ ഇന്ത്യ ഉള്ള കാലത്ത് ഇതൊക്കെ ഭംഗിയായിട്ട് ഇവിടെ നടന്നുണ്ട്. കുറച്ച് ഡിലേയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒരു എയർലൈൻ റൺ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഏറ്റവും നല്ല ടെക്നോളജി ഉള്ള സമയത്ത് ആക്ച്വലി എയർലൈൻ സ്റ്റാഫിന് പണി കുറവാ. എല്ലാം സിസ്റ്റത്തിൽ ആഡ് ചെയ്താൽ മതി. പണ്ട് മാനുവലി ചെയ്യണ പോലും എയർ ഇന്ത്യ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ ഫോറിൻ കമ്പനീസിനെ കൊണ്ട് ഇതിലിടുന്നത്. പിന്നെ ഈ ഏതൊരു സോഷ്യൽ ആന്റി നാഷണൽ എന്തെങ്കിലും സംഗതിയുള്ള ഒരാൾക്ക് ഇവിടെ എൻക്വയറി ഇല്ലാതെ പാസ് കൊടുക്കൂല. പക്ഷെ ഇവർക്കൊക്കെ പാസ് കൊടുക്കുന്ന എങ്ങനെയാ? ഇവരെ എയർപോർട്ട് പാസ് കൊടുക്കുന്ന എങ്ങനെയാ? ഇവർക്ക് ബൾക്കായിട്ട് ഇവിടെ ഇഷ്യൂ ചെയ്യണ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇതിന്റെ ടർക്കിഷ് ഇപ്പൊ എയർ ഇന്ത്യ ഇതൊരു വലിയ സംഭവം ഉണ്ട്. ഇതില് നമ്മൾ ആലോചിക്കേണ്ടേ, അത്രയും കൂടെ നമ്മളായിരുന്നു. എയർ ഇന്ത്യ വിറ്റു ടാറ്റക്ക്, പ്രൈവറ്റൈസ് ചെയ്തു അല്ലെ. ആ പ്രൈവറ്റൈസ് ചെയ്ത സമയത്ത് എയർ ഇന്ത്യ ടാറ്റ കൊണ്ടുവന്നത് CMD-നെ, ഒരു ടർക്കിഷ് മാൻ ആയിരുന്നു. ആ ടർക്കിഷ് മാൻ അവിടെ സമരം ചെയ്ത് നമ്മളെ ആൾക്കാര് ഒരിക്കലും നമ്മളെ രാജ്യത്ത് ഒരു ടർക്കിഷ് പൗരനെ ഇവിടെ വെക്കാൻ പറ്റൂല, CMD എന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീരുമാനമായിരുന്നത്. പിന്നെ അത് പ്രധാനമന്ത്രിന്റെ അടുത്തെത്തി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ക്യാമ്പൽ വിൽസൺ എന്ന് പറഞ്ഞ ആള് ടാറ്റയുടെ CMD ആയിട്ട് വന്നത്. അപ്പൊ ആ CMD ആവാൻ പോലും ഒരാൾ അനുവദിക്കാത്ത കൺട്രീന്റെ കയ്യിലാണ് നമ്മുടെ ഫുള്ള് ഏറ്റവും വലിയ പ്രൈവറ്റ് എയർപോർട്ട് പറയുന്ന ഏറ്റവും വലിയ എയർപോർട്ടിലെ എല്ലാ സംവിധാനങ്ങളും അവരെ കയ്യിലാണ് കൊടുക്കുക. എവിടെ രാജ്യ സുരക്ഷ എന്നൊന്നും അറിയില്ല. ഈവൻ അവർക്ക് എന്ത് ചെയ്യാം, ATC-യിൽ വരെ കയറി പോവാ, അവിടെ പോയി റോങ് മെസ്സേജ് കൊടുക്കാം. മനുഷ്യനല്ലേ, ഒരു മിനിറ്റിലൊക്കെ എന്ത് മിസ്റ്റേക്കും സംഭവിക്കൂ. നോ മിസ്റ്റേക്സ് ഇൻ എയർലൈൻ ഇൻഡസ്ട്രി എന്നാ നമ്മൾ പറയാ. ഡബിൾ ചെക്ക് അല്ല ട്രിപ്പിൾ ചെക്ക് ചെയ്താണ് ഓരോ സാധനങ്ങളും ചെയ്യുക. പക്ഷെ നമ്മളെ ബ്രെയിൻ അലേർട്ട് ആവണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഡിഫൻസ് ഇപ്പൊ മിലിറ്ററിനെ പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യണേ. 3 hours നമ്മളൊരു ഫ്ലൈറ്റ് വന്നാൽ ആ ഫ്ലൈറ്റിനെ ടേക്ക് ഓഫ് ചെയ്യണ ഇമ്മീഡിയറ്റ് ആയിരിക്കണം. 1 minute അധികം പോലും നമ്മൾ അവിടെ വെച്ചാൽ നമ്മളെ ഫോറിൻ ഏത് കമ്പനിക്കായാലും ബുദ്ധിമുട്ടാ. 15 minutes ഡിലേ ആയാൽ എമിഗ്രേഷനിലോ എവിടെയോ ഡിലേ ആയാലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ശരിക്കും നമ്മൾക്ക് 45 minutes വരെ നമുക്ക് ആ ഫ്ലൈറ്റിലെ ആളെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം. ഇത്രയും നിയമങ്ങളുണ്ട്. റീചെക്ക് ഇൻ ചെയ്യണം. അത് സെക്യൂരിറ്റി ഇഷ്യൂ. ആ സമയം കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ ഒരു ആൾക്കാരൊക്കെ ലാസ്റ്റ് മൂമെന്റ് ചെക്ക് ഇൻ ചെയ്ത് എമിഗ്രേഷൻ കടത്തി വിടുന്നതൊക്കെ ഇവരാ. ഇപ്പൊ ലാസ്റ്റ് ഒരു രാജ്യദ്രോഹി വന്നെന്ന് വിചാരിച്ച എയർപോർട്ടില്, അവൻ ആരാണെന്ന് നോക്കാൻ സമയം ഉണ്ടാവില്ല. ഫ്ലൈറ്റ് കയറ്റി വിടുക. ഇപ്പൊ ഫ്ലൈറ്റ് സമയത്തിന് അയക്കണം. കാരണം നമ്മളെ ഓൺ ടൈം പെർഫോമൻസ് ആണ് എയർലൈന്റെ കച്ചവടം.
ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ആരെ കൊണ്ടുവന്നാലും ആ കൗണ്ടറിന് ഇവനെ ചെക്ക് ഇൻ ചെയ്ത് ഇവനെ എയർക്രാഫ്റ്റിലേക്ക് ഓടിപ്പോയി, ചിലപ്പോൾ അതൊരു ബിസിനസ് ക്ലാസ് പാസഞ്ചർ ആവാം, ഫസ്റ്റ് ക്ലാസ് ആവാം, ഏതായാലും ഇവനാണ് ആ അസിസ്റ്റ് ചെയ്യുന്ന ആരാണ്? ഈ സെലബിക്കാരനായിരിക്കും. പക്ഷെ നമ്മളെ ആൾക്കാർ സമയം എടുത്താലും ഇതൊക്കെ നോക്കാനും ഈ സ്റ്റാഫിന് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും. സ്റ്റാഫ് ആരാ എന്താന്ന് നമുക്കറിയും, ഫോറിൻ കാരിയറിന്റെ അറിയും, എയർ ഇന്ത്യന്റെ അറിയും. അപ്പൊ ഇതുപോലുള്ള ആൾക്കാർ അവിടെ കടത്തിവിടാം. എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എമിറേറ്റ്സിന്റെ എയർലൈനിൽ ചെറിയൊരു സാധനം ഇത്ര പോലും എയർലൈൻസിന് ഒരു എക്കോണമി പാസഞ്ചർ അമേരിക്ക പോകേണ്ട ഒരു ഫാമിലി ട്രാവൽ ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഈ ഫാമിലി ട്രാവൽ ചെയ്യുമ്പോൾ ഇവര് അവിടെ ലോഞ്ചിൽ ഇരിക്കുമ്പോ തന്നെ അടി തുടങ്ങി. അമ്മായിയമ്മ കൂടണ്ടേ, പ്രസവിച്ച് എണീറ്റ് പോവുക ഈ പെണ്ണ്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇവളിങ്ങനെ ചീത്ത വിളിക്കുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവളെന്തോ പ്രശ്നം ഉണ്ടാക്കില്ല, ഇവളെ കുഴപ്പമാണല്ലോ ആള്. ഫ്ലൈറ്റ് കയറി ക്രൂ കണ്ടാൽ ഇവരെ ഇറക്കി വിടും, നമ്മളെ വിമാനം ഡിലേ ആവുകയും. അപ്പൊ ആ ഡിലേ വരുത്താണ്ടൊക്കെ നോർമൽ പാസഞ്ചേഴ്സിനെ നമ്മൾ കേട്ടുള്ളൂ. കണ്ണ് കുറച്ച് ചുമന്ന് ഉറങ്ങാണ്ട് വന്നവനാണെങ്കിൽ കള്ളു കുടിച്ചിട്ടോ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ചെക്ക് ചെയ്തിട്ടാ. കാരണം എയർക്രാഫ്റ്റിന്റെ ഹൈയിലെത്തുമ്പോ ആൽക്കഹോളിന്റെ ഹൈ ഓവറാവും, ഡബിൾ അല്ല ട്രിപ്പിളില് വരും അല്ലെ അത്. അപ്പൊ അതുകൊണ്ട് അതാണ് ഇപ്പൊ ഒരു പെഗ് അടിച്ചോന് 4 പെഗിന്റെ റിസൾട്ടാണ് ഓവർ ഫ്ലൈറ്റ് 32,000 ആ സുഖ കിട്ടുക അവന്. അതുകൊണ്ടാണ് അടി. അപ്പൊ ഇത് ഓവറായ വരെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കിടന്നത്. അപ്പൊ ഈ പാസഞ്ചേഴ്സ് ഭർത്താവും ഭാര്യയും അടിയായി. അങ്ങനെ ഇവരെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഗേറ്റ് വരെ ഇവരെ അടിയാ. എന്തായാലും പോവും, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോ അമ്മായിയമ്മ ശരിയല്ല എന്നൊക്കെ പറഞ്ഞോള്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ഞങ്ങളെല്ലാം ഓഫീസിൽ വരുമ്പോഴേ ക്യാപ്റ്റൻ വിളിക്കണു, ഫ്ലൈറ്റ് നിന്നിട്ട് ലാൻഡ് ചെയ്യാൻ പോവാണ്, ഇവിടെ ഈ ഒരു പാസഞ്ചർ ഭയങ്കര ബഹളം വെക്കണം. അപ്പൊ ടേക്ക് ഓഫ് ആയ ഫ്ലൈറ്റ് അരമണിക്കൂറിന് ശേഷം തിരിച്ചു വന്ന് 365 പാസഞ്ചേഴ്സ് ഉള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്ത് ഇവരെ ഇറക്കി ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ തന്നെ അവരെ ഹാൻഡിൽ ചെയ്ത്. അപ്പൊ എന്താ പ്രശ്നം? ഭർത്താവിന്റെ അമ്മനെ കൊണ്ടുപോകാൻ ഇവള് സമ്മതിക്കുന്നില്ല. അമ്മായിയമ്മ പോരും മരുമോൾ അമ്മയും അങ്ങനെ തന്നെ പറയണു. അപ്പൊ ഇവരെ കൊണ്ടോണ്ട, എന്റെ കൂടെ വരണ്ട, ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് പറ്റില്ല. അപ്പൊ ഇവള് ഫ്ലൈറ്റ് കയറിയപ്പോ ഇവള് ഭയങ്കര ഭ്രാന്തീനെ പോലെ അഭിനയിച്ചു. അപ്പൊ അവിടെ തിരിച്ചിറക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലൈറ്റ് പിന്നെയും നമ്മളെല്ലാം മുഴുവനും പണിയെടുത്ത് ടേക്ക് ഓഫ് ചെയ്ത് ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഈ ഫ്ലൈറ്റ് ദുബായിൽ ലാൻഡ് ചെയ്യണവരെ ഇവളെ അടുത്ത് നമ്മൾ ഒരു സെക്യൂരിറ്റി സ്റ്റാഫും എയർപോർട്ട് സെക്യൂരിറ്റി BSFന്റെ സെക്യൂരിറ്റി സ്റ്റാഫും കസ്റ്റംസും ഈ കുടുംബത്തിനെ മോണിറ്റർ ചെയ്ത് ഇവരെ കൂടെ ലോഞ്ചിൽ ചായയും കുടിച്ചിരുന്നത്. അപ്പൊ എന്താ കാര്യം? ഇവരൊരു ഫാമിലിയാണ്, എല്ലാം ഉണ്ട്. ഇത്ര പോലും എയർലൈൻ ഇൻഡസ്ട്രിയിലെ സെക്യൂരിറ്റി വലുതാ. കാരണം ഇവളെ വല്ല ബാഗ് അവിടെ ഇട്ടോ, ഇത് വല്ല അഭിനയാണോ, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളൊക്കെ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഇവരെ നാടകമാണോ? ഇതൊക്കെയാണ് എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പണി ഇങ്ങനെയൊക്കെയാ. ആ സ്ഥലത്താണ് നമ്മൾ കാണുന്നത് ലോകത്തുള്ള എല്ലാ അണ്ടനും അടങ്ങോടൻ എന്നൊക്കെ പറയും നമ്മളെ നാട്ടില്. അതുപോലെയാണ് ഇവര് ജോബ് കൊടുക്കുന്നതും ആ ജോബിന് ഇവർക്ക് സാലറി കിട്ടുന്നത്. അതൊന്നും ഇപ്പൊ ഇവിടെ ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇതൊന്നും കൊടുക്കുന്നില്ലല്ലോ.